എൻ്റെ പേര് സിസ്റ്റർ നവീന. ഞാൻ CMC സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ്. ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസിലെ അംഗമാണ്. ഇവിടെ കൂനന്താനത്തുള്ള ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ കൂനന്താനത്തുള്ള സങ്കേതം ആശ്രമം, ഇവിടെ 23 വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുന്നു. നാച്ചുറൽ ഫാമിംഗ്, അതാണ് എൻ്റെ ഒരാശയം. പ്രകൃതി കൃഷി, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. ഇതിലൂടെ നമ്മൾക്ക് ശുദ്ധമായ ഭക്ഷണം, ഈ ഭക്ഷണം കഴിച്ച് നമ്മൾക്ക് രോഗമില്ലാത്തൊരു ജീവിതം, അതാണ് സ്വപ്നം. ശുദ്ധമായ ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ശത്രുകീടങ്ങളെ അകറ്റി നിർത്തി മണ്ണിലെ സൂക്ഷ്മജീവാണുക്കളെ വളർത്തിയെടുത്ത് മിത്രകീടങ്ങളെ വളർത്താൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. ഇതൊരു സ്വാഭാവിക കൃഷിയാണ്. അവിടെ കർഷകൻ്റെ അധ്വാനം വളരെ കുറഞ്ഞ രീതിയിൽ ആവുകയും മറ്റ് ചിലവുകളൊന്നുമില്ലാതെ ഒരു നാടൻ പശുവിനെ വളർത്തി 30 ഏക്കർ വരെ നമ്മൾക്ക് കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കും. അതായത് ജീവാമൃതം, ബീജാമൃതം, ഘനജീവാമൃതം തുടങ്ങിയ സ്വാഭാവികമായിട്ടുള്ള വളർച്ചാ ത്വരകങ്ങളും അതുപോലെ തന്നെ മണ്ണിനെ സമ്പുഷ്ടമാക്കുന്ന, മണ്ണിലെ നിറഞ്ഞു നിൽക്കുന്ന സൂക്ഷ്മജീവികളെ വളർത്തിയെടുക്കാവുന്ന തരത്തിലുള്ള ഒരു കൃഷിരീതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് നാച്ചുറൽ ഫാമിംഗ് കൃഷിയിലൂടെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇതിലൂടെ എന്ത് ലഭിക്കാനാണ്, ഇത് സാധിക്കുമോ എന്നൊക്കെ. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു കൃഷിരീതി തന്നെയായിരുന്നു നമ്മളുടെ പൂർവികർ ചെയ്തിരുന്നത്. അപ്പോൾ മനുഷ്യന് രോഗം കുറവായിരുന്നു, അവിടെ ധാരാളം വിളവുകൾ കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ നല്ല രുചിയുള്ള, നല്ല നിറമുള്ള, മണമുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണിലുള്ള മണ്ണിര സ്വാഭാവികമായിട്ട് അവിടെ വളരുന്നു. അതുപോലെ തന്നെ സൂക്ഷ്മജീവാണുക്കളും അവിടെ യാതൊരുവിധ ഹിംസാത്മകമായ യാതൊരു പ്രവർത്തനങ്ങളും ഇല്ലാതെ ഇത് മണ്ണിൽ വളരുന്നു. 13 വർഷമായിട്ട് ഞാൻ ഇവിടെ ഈ നാച്ചുറൽ ഫാമിംഗ് രീതി അനുവർത്തിച്ചു പോരുന്നു. എനിക്ക് നാടൻ പശുക്കളുണ്ട്. അതായത് 3 തരത്തിലുള്ള നാടൻ പശുക്കൾ: ചെറുവള്ളി പശു, അതോടൊപ്പം തന്നെ വെച്ചൂർ പശു, കാസർഗോഡൻ കുള്ളൻ. ഇപ്പോൾ ഒരു പശു മതി. ഒരു പശുവിൻ്റെ ചാണകവും മൂത്രവും തന്നെ ഇവിടെ അധികമാണ്. പക്ഷേങ്കിൽ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഇത് കൊണ്ടുപോവുകയും കൃഷിയിൽ ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഈ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവിധ പച്ചക്കറികളും ഇവിടെയുണ്ട്. പീച്ചൽ, പടവലം, കോവൽ, പാവൽ, അതോടൊപ്പം തന്നെ ഞാൻ റാഡിഷ് കൃഷി ചെയ്തു, തക്കാളിക്ക, പിന്നെ പൈനാപ്പിൾ, കുരുമുളക്, വാഴ. ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഈ ആശ്രമത്തിൽ ഞങ്ങൾക്കൊരു 15 പേരോളം ഡെയിലി ഭക്ഷണത്തിന് ആവശ്യമുണ്ട്. ഈ ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ ഏകദേശം മാർക്കറ്റിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങാത്ത രീതിയിൽ തന്നെ ഇവിടെ എനിക്ക് ഈ രീതിയിലുള്ള കൃഷി ചെയ്ത് സംതൃപ്തയായി ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള കൃഷി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് അധ്വാനിച്ച് ഇങ്ങനെ മണ്ണിൽ കിളച്ച് കാടെല്ലാം തെളിച്ച് മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ വരുന്നില്ല. മണ്ണിൻ്റെ സ്വാഭാവികത നിലനിർത്തുന്നു. അങ്ങനെ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ നിന്നൊന്നിനെയും നമ്മൾ ഹനിക്കുന്നില്ല, ഒന്നിനെയും മാറ്റിക്കളയുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ളൊരു കൃഷി രീതി നമ്മൾക്കും അനുവർത്തിച്ചുകൂടെ?